മൂകാംബികയിൽ വൈകിട്ട് നമ്മളെത്തിയപ്പം കണ്ട കാഴ്ചയാണ്, കണ്ടില്ലേ? എല്ലാവരുടെ അടുത്തും എന്തൊരു സ്നേഹം നോക്കി. മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നവർ ഒരിക്കലും ഈ ഒരു കാഴ്ച മിസ് ചെയ്യരുത്. അവിടുത്തെ ശീവേലിയാണ്. കുളപ്പുള്ളി ലീല ചേച്ചി അവിടെ ഡാൻസ് കളിച്ച കുട്ടികളുടെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ കഷായം വാങ്ങാനുള്ള തിരക്കാണ്. ദീപാരാധന കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ക്യൂ നിങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ പുറകിലായിട്ട് കാണാൻ പറ്റും. അത് ഒരു തീർത്ഥം പോലെ ഇരിക്കും. കരിപ്പോട്ടി കാപ്പിയുടെ ഒരു ടേസ്റ്റോട്ടൊക്കെ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ കമ്മിറ്റിക്കാർക്കൊക്കെ കൊടുക്കാനായിട്ട് അവരൊക്കെ കുപ്പിയും പാത്രമൊക്കെ അകത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ക്യൂ ആയി കേട്ടോ. പിന്നെ മൂകാംബിക വരുന്നവർക്ക് റൂം എടുക്കാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പം ഇവിടെ റൂം എടുത്താൽ നിങ്ങൾക്ക് മിതമായ റേറ്റ് കിട്ടി. 250 രൂപ, 500 രൂപ ആ റേറ്റ് തൊട്ട് അങ്ങോട്ടുണ്ട്. നല്ല റൂമുകളാണ്. ഇപ്പോൾ ഉണ്ട്. അവരുടെ നൃത്തമൊക്കെ കണ്ട് കുളപ്പുള്ളി ലീല ചേച്ചി അപ്പുറത്ത് നിൽപ്പുണ്ട്. കുട്ടികളെയൊക്കെ പരിചയപ്പെട്ട് നമുക്ക് ചേച്ചിയെ ഒന്ന് കാണാം. നല്ല ഒരു മനസ്സമാധാനം കിട്ടുന്നൊരു പീസ്ഫുൾ പ്ലേസാണ് നമ്മുടെ മൂകാംബിക. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ വന്നാലേ നമുക്കൊരു സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാവരുടെ അടുത്തും എന്തൊരു സ്നേഹം നോക്കി. നാളെ വിദ്യാരംഭത്തിനും ഇതേ കണക്ക് ഒരുപാട് കുട്ടികൾ ഈ സരസ്വതി മണ്ഡപത്തിലിരുന്ന് വിദ്യയ്ക്ക് തുടക്കം കുറിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ വരും. തുടക്കം നമ്മൾ നോക്കണ്ട, മൂകാംബികയിൽ എന്ന് വന്നാലും രാവിലെ തൊട്ട് ഒരു 6 മണി തൊട്ട് 1 മണി വരെ നമുക്ക് വിദ്യാരംഭമൊക്കെ കുറിക്കാം. ഈ ഒരു പൂത്തട്ട് കണ്ടല്ലോ, കൊച്ചിൻ്റെ കയ്യിരിക്കുന്ന പൂത്തട്ട്, ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, അവിടുത്തെ ആ കടകളിൽ നിന്നൊക്കെ ഇത് വാങ്ങിച്ച് നമുക്ക് കയ്യിൽ വെച്ച് ഇങ്ങനെ വരാം. ഇങ്ങനെ വന്നാലുള്ള ഗുണമെന്ന് വെച്ച് നമുക്ക് ദേവിക്ക് ഒരു പ്രസാദം എന്തെങ്കിലും നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഈ പൂക്കൾ ഇത് ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ്. ഇതിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അകത്ത് നമുക്ക് പ്രസാദം തരും. സിന്ദൂരമോ പിന്നെ അതിൽ വളയൊക്കെ വെച്ച് ഇങ്ങനെ നമുക്ക് തരും. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് ആ പ്രസാദം കിട്ടുമ്പോൾ. അങ്ങനെ നമ്മൾ അകത്ത് കയറി തൊഴുതതിന് ശേഷം നമ്മൾ നെയ് വിളക്ക് കത്തിക്കാനായിട്ട് വന്നു. ഇവിടെ വന്നു നെയ് വിളക്കൊക്കെ കത്തിച്ചു. നല്ലൊരു സമാധാനമാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നെയ് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം പിന്നെ കുട്ടികളെയും കൊണ്ട് രഥത്തിൻ്റെ അടുത്ത് വന്നു. ആ രഥത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മൾ മാത്രമല്ല ഒരുപാട് ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിൽ നല്ലൊരു രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കും, ശാന്തി അങ്ങോട്ട് കൂടി പോകുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അകത്തൊക്കെ ഇങ്ങനെ സൈഡിൽ പൂജയ്ക്കൊക്കെ ഓരോ സമയമൊക്കെ ആയി വരുന്നെന്ന് തോന്നുന്നു. ഈ ഒരു ക്യൂ കണ്ട, അതെന്തിനാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ദീപാരാധന കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്രസാദം കൊടുക്കും. അതിനെല്ലാവരും ഇങ്ങനെ കഷായം എന്നൊക്കെയാണ് പറയുന്നത്, കഷായം. അപ്പോൾ അത് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഇത്. ക്യൂ കണ്ടില്ലേ, നല്ല ക്യൂ വരും. എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല, കുറച്ച് പേർക്കൊക്കെ കിട്ടും. അവിടെ കൊടുത്തു തുടങ്ങും കഷായം. ഞാൻ പറഞ്ഞില്ലേ ഫോറിനേഴ്സൊക്കെ ഉണ്ടെന്ന്. ഇവർ ഇതൊക്കെ കണ്ട് തൊഴുത് അവിടെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്ന ഞാൻ കണ്ടു. അവരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ആ ഒരു സന്തോഷമൊക്കെ കണ്ടപ്പോൾ. ഇവിടെ ഇപ്പം കഷായം കൊടുക്കാനുള്ളതിൻ്റെ തിരക്കാവും. കഷായം ഇവിടെ കൊടുത്തു തുടങ്ങും. കഷായം എന്നാണ് പറയുന്നത് ആ ഒരു പ്രസാദത്തിന്. അതുകൊണ്ടല്ലേ ക്യൂ അങ്ങ് നീണ്ടു വരുക. കൊടുത്തു തുടങ്ങും. അതാ ഇതാണ് കഷായം, മൂകാംബിക ദേവിയുടെ പ്രസാദം കഷായം. അത് ഭാഗത്തുനിന്ന് പൂജ കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. അത് കൊടുത്തു തുടങ്ങി, കണ്ടില്ലേ? പ്രസാദവും കുടിച്ച് എല്ലാവരും പോകുന്നുണ്ട്. കുപ്പിയില്ലാത്തവർ ഇങ്ങനെ കയ്യിൽ വാങ്ങും. സംഭവം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കഴിച്ചതാണ്. നമ്മളൊരു കരിപ്പോട്ടി കാപ്പി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാർ കഷായം എന്നൊക്കെ പറയുന്നത് ഈ ഒരു പ്രസാദത്തിന്. ഇങ്ങനെ ഇത് വാങ്ങിച്ച് ഈ ഒരു തീർത്ഥം കുടിക്കാനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ചിലപ്പോൾ ഞാൻ ഇത് 2 എപ്പിസോഡായിട്ടായിരിക്കും ഇടുന്നത്. പിന്നെ ഒരു സിംഗിൾ എപ്പിസോഡും ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ വന്നിട്ട് നിർമ്മാല്യം കാണണം. നിർമ്മാല്യം കണ്ട് കൊച്ചിനെ എഴുത്തിനിരുത്തണം. അങ്ങനെയൊക്കെ ചെറിയ ചടങ്ങും കാര്യമൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയും കൂടി വീഡിയോ നാളെ ഇടുന്നതായിരിക്കും. ഓക്കെ, ബാക്കി പിന്നെ കാണാം. ജയ ജയ മംഗളദായിനിയാ.